ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. ആദ്യം നമ്മൾ ഇന്ന് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അന്നപ്പം ആദ്യം നമുക്ക് ബീൻസ് വഴറ്റിയെടുക്കാം. അതായത് ബട്ടറിലാണ്. അതിൻ്റെ അല്പം ഉപ്പും ചേർത്ത് നമുക്ക് ബീൻസ് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കാം. അതും അല്പം ഉപ്പും ചേർത്ത് ബട്ടറിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ നമുക്ക് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും പച്ചമുളകും അതും ബട്ടറിലാണ്. അപ്പം ഈ ക്യാരറ്റ് റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ബട്ടർ മൊത്തം പിടിച്ച് അതിലെല്ലാം വറ്റി ബട്ടർ നല്ലപോലെ അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം ഇത് മൂന്നും വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അല്പം മുട്ട ഇതുപോലെ നല്ലപോലെ ചിക്കി പൊരിച്ച് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിക്കഴിഞ്ഞ് നല്ലപോലെ ചിക്കി പൊരിച്ച് മുട്ടയും എടുക്കുക. അതിന് ശേഷം അതിലോട്ട് ഒരു 2-3 സ്പൂണ് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ആ മുട്ടയെ പിന്നെയും നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നൂഡിൽസ് നമ്മൾ വേവിച്ച് വെച്ചു. എന്നിട്ടാണ് നമ്മളിതെല്ലാം വഴറ്റിയെടുക്കുന്നത്. നൂഡിൽസ് നമ്മൾ വേവിക്കുമ്പം അതിൻ്റെ അകത്ത് ആ വെള്ളത്തിലൂടെ നമുക്ക് അല്പം ഓയിലും ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താൽ അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നൂഡിൽസ് കിട്ടും. അതിനുശേഷം ഇതെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ അല്പം ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് കേട്ടോ. അപ്പം ഈ വഴറ്റിയതും ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ പൊടിച്ച് ആ നൂഡിൽസിൻ്റെ അകത്തേട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ യോജിപ്പിച്ച് അതിനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്, നൂഡിൽസിനും ചേർത്തിട്ടുണ്ട്. നമ്മൾ വഴറ്റിയ ക്യാരറ്റിനും മുട്ടയ്ക്കും ബീൻസിനും എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇപ്പോൾ എല്ലാത്തിനും നല്ലപോലെ ഉപ്പുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് ഡാർക്ക് സോയയുടെ സോസ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് അല്പം ടൊമാറ്റോ കെച്ചപ്പ് അതും നമുക്ക് അതിനാവശ്യമായത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലോട്ട് അല്പം റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ അതിനെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അപ്പം ഇത് നമ്മൾ കഴിച്ച ശേഷം അപ്പോൾ നമുക്ക് 9:45 പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ക്ലീനിങ് വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ബെഡ് കവറൊക്കെ ബെഡ് കവറൊക്കെ പഴയതൊക്കെ മാറ്റി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ലതുപോലെ വൃത്തിയായിട്ട് ആദ്യം അത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റൂമിലെയൊക്കെ ബെഡ്ഷീറ്റുകൾ നമ്മൾ ആദ്യം എല്ലാം നല്ലതുപോലെ വിരിക്കണം. നമ്മൾ ഏതൊക്കെ മുറി ഉപയോഗിക്കുന്നുണ്ടോ ആ മുറിയിലെല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് വിരിച്ച് പഴയതെല്ലാം മാറ്റി നല്ലപോലെ വൃത്തിയായിട്ട് വിരിച്ചിടുക. എന്നപ്പോൾ തന്നെ നമ്മുടെ പകുതി ഭാരം കുറയുന്നതായിട്ട് തോന്നും. അല്ലെങ്കിൽ എല്ലാം ആ ബെഡ്ഷീറ്റ് തന്നെ വിരിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ആദ്യം ഭയങ്കര ഇറിറ്റേഷനും അസ്വസ്ഥതയൊക്കെ തോന്നും. പണിയൊന്നും തീരാത്ത കണക്ക് തോന്നും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ എല്ലാ മുറിയിലെയും ബെഡ്ഷീറ്റുകൾ നല്ല വൃത്തിയായിട്ട് പഴയത് മാറ്റാനുണ്ടെങ്കിൽ അത് മാറ്റി അത് നല്ലപോലെ വൃത്തിയായിട്ട് വിരിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ. അത് കഴിയുമ്പോൾ അത് ചെയ്ത് തീർത്താൽ തന്നെ നമ്മുടെ പകുതി പണി കുറയും. അത് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇപ്പം പിള്ളേർ സ്കൂളിൽ പോകാനുള്ള തിരക്കൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർത്താലും മതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഷ് ബേസിൻ, സിങ്ക് അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം വാഷ് ബേസിൻ നമുക്ക് വൃത്തിയാക്കാം. അതിന് നമുക്കൊരു കൂട്ടുണ്ടാക്കിയെടുക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലേ, ബേക്കിംഗ് സോഡയും വിനീഗറും നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ വാഷ് ബേസിന് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ പറ്റിയ കറകളും അഴുക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് പോയി കിട്ടുകയും നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും. നമുക്കിത് ഡെയിലി ഉപയോഗിക്കണമെന്നില്ല, ആഴ്ചയിലൊന്ന് നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകാം. അല്ലെങ്കിൽ പക്ഷേ എന്നും ഡെയിലി വാഷ് ബേസിൻ കഴുകണം. കാരണം കറയോ അഴുക്കോ ഒക്കെ പറ്റാതിരിക്കാൻ വേണ്ടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് കഴുകിയിടണം. ഞാൻ ഡെയിലി കഴുകുന്നതാണ്, അതുകൊണ്ട് എനിക്ക് വലിയ കറകളൊന്നുമില്ല. പക്ഷേ ഇത് നല്ലപോലെ കറകളുള്ളവർ ഇതുപോലെ വൃത്തിയായിട്ട് ഈ ലിക്വിഡ് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ആ കറകളൊക്കെ നല്ലപോലെ പോയി കിട്ടുകയും വെട്ടിത്തിളങ്ങുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കും ആ സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കഴുകാൻ സാധിക്കും. അപ്പോൾ കിച്ചൺ സിങ്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങും.
അത് കഴിയുമ്പം നമുക്ക് നമ്മുടെ പുൽത്തൈലമോ അല്ലെങ്കിൽ പെർഫ്യൂം ലിക്വിഡ് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് നല്ലപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം പുരയ്ക്കകം മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ അപ്പം തന്നെ നമ്മുടെ പകുതി പണി തീരുമല്ലോ. പിന്നെ നമുക്ക് അതുമാത്രം ഇങ്ങനെ പണികൾ ചെയ്താൽ പോരല്ലോ, നമ്മൾ നമ്മുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങി ചെല്ലണം. പറമ്പിൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ പോയി നോക്കുന്നതൊക്കെ രസമായിരിക്കും. പിന്നെ നമ്മുടെ പ്ലാവിൽ ചക്ക വീണിട്ടുണ്ട്. കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ബഡ് പ്ലാവാണ്, പക്ഷേ നല്ല മധുരമുള്ള ചക്കയാണ്, നല്ല സ്മെല്ലുമാണ്. പിന്നെ നമ്മുടെ ലൂലൂലിക്കായാലും ആവശ്യത്തിന് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫലങ്ങളുണ്ടോ അതിലൊക്കെ ഇടയ്ക്ക് പോയി നോക്കുന്നതൊക്കെ നല്ല രസമുള്ള കാര്യമല്ലേ. അപ്പം പിന്നെ നമ്മുടെ കുരുമുളകിലൊക്കെ കുരുമുളക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് 3-4 കൊടിയുണ്ട്, അതിലെല്ലാം കുരുമുളക് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കമ്പിളി നാരങ്ങ നിൽക്കുന്നത്. അപ്പം അതിലും നമുക്ക് ആവശ്യത്തിന് കമ്പിളി നാരങ്ങയും പിടിച്ചിട്ടുണ്ട്. അതുപോലെ കുരുമുളക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, നിറച്ച് കമ്പിളി നാരങ്ങ ഉണ്ട് കണ്ടോ. അതിലും ആവശ്യത്തിന് പിടിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ടേസ്റ്റാണ്, ചില സമയത്ത് ഒരുമാതിരി വെള്ളം പിടിച്ച് കണക്കിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി ചെന്ന് നമ്മുടെ ചെടികളൊക്കെ നമുക്ക് നോക്കാം. അത് ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ പരിസരത്തൊക്കെ ചുമ്മാ നമ്മൾ വീട്ടമ്മമാരല്ലേ, എപ്പോഴും കിച്ചണിൽ തന്നെ ഇരിക്കാതെ ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധിക്കാതെ ഇടയ്ക്ക് പറമ്പിൽ കൂടെ ഇതൊക്കെ നടക്കുന്നതൊക്കെ ഒരു രസമാണല്ലോ. അപ്പം നമുക്ക് ഒരു റിലാക്സേഷനൊക്കെ കിട്ടുകയും മനസ്സിനൊരു കുളിർമ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ചെടികളൊക്കെ വളർത്തുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാവരും പൈസ കൊടുത്ത് മേടിച്ച് വളർത്തണമെന്നൊന്നുമില്ല. അല്ലാതെ നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ കളക്ട് ചെയ്ത് വളർത്തുന്നതൊക്കെ നല്ലതായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.